നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. 20 ചോദ്യങ്ങളടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റ്. ഇതിൻ്റെ ഒരു കട്ട് ഓഫ് 14 ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഏതാണ്? ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഏതാണ്? ഇതിൻ്റെ ആൻസർ ഉള്ളൂർക്കോട് വീട്. രണ്ടാമത്തെ ചോദ്യം, ചുവടെ പറയുന്ന നവോത്ഥാന നായകർ, അവരുടെ ജന്മസ്ഥലം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ചുവടെ പറയുന്ന നവോത്ഥാന നായകർ, അവരുടെ ജന്മസ്ഥലം ചേരുംപടി ചേർക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ആഗമാനന്ദ സ്വാമി ചവറയാണ്, ആനന്ദതീർത്ഥൻ തലശ്ശേരി, വാഗ്ബടാനന്ദൻ പാട്യം, ആറാട്ടുപുഴ വേലായുധ പണിക്കർ കാർത്തികപ്പള്ളി. ഇതാണ് ശരിയായ ആൻസർ. അടുത്ത ചോദ്യം, കേരള സഞ്ചാരി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത് ആരാണ്? കേരള സഞ്ചാരി എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? ഇതിൻ്റെ ആൻസർ സി കൃഷ്ണനാണ്, കേരള സഞ്ചാരി പത്രത്തിൻ്റെ പത്രാധിപർ. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരിയാണ് വീരരവിവർമ്മ. വീരരവിവർമ്മയാണ് ഉദയഗിരി കോട്ട നിർമ്മിച്ചത്. അടുത്ത ചോദ്യം, മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? പള്ളിയാടി മല്ലൻ ശങ്കരനാണ് മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ചത് ആരാണ്? ഇതിൻ്റെ ആൻസർ ഉമ്മിണിത്തമ്പിയാണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും, അതായത് കൽക്കുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അടുത്ത ചോദ്യം, 1926 നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? 1926 ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് മുത്തുസ്വാമി. മുത്തുസ്വാമിയാണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. അടുത്ത ചോദ്യം, തിരുവനന്തപുരത്ത് 5 തെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ആരാണ്? തിരുവനന്തപുരത്ത് 5 തെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയാണ് ഉമയമ്മ റാണി. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപാനന്തരം മാർത്താണ്ഡവർമ്മ, അലക്സാണ്ടർ ഓം എന്നിവർ ചേർന്ന് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? 1723 ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ അലക്സാണ്ടർ ഓം, മാർത്താണ്ഡവർമ്മ എന്നിവരാണ്. അത് 1723. അടുത്ത ചോദ്യം, 1947 ഏപ്രിലിൽ കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യകേരള സമ്മേളനത്തിന് വേദിയായ സ്ഥലം. ഐക്യകേരള സമ്മേളനത്തിന് വേദിയായ സ്ഥലമാണ് തൃശ്ശൂർ. അടുത്ത ചോദ്യം, കുത്തബ്ദീൻ ഐബക്കിൻ്റെ ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമായ താജ് ഉൽ മാസിർ രചിച്ചത് ആരാണ്? കുത്തബ്ദീൻ ഐബക്കിൻ്റെ ഭരണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമായ താജ് ഉൽ മാസിർ രചിച്ചത് ആരാണ്? ആൻസർ ഹസൻ നിസാമിയാണ്. അടുത്ത ചോദ്യം, ഖിൽജി വംശത്തിലെ പ്രമുഖ ഭരണാധികാരിയായ അലാവുദ്ദീൻ ഖിൽജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇതിൻ്റെ ഓപ്ഷൻസ്, ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും തപാൽ സമ്പ്രദായവും നടപ്പിലാക്കിയ ഭരണാധികാരി. അടുത്ത ഓപ്ഷൻ, 1000 തൂണുകളുടെ കൊട്ടാരം പണി കഴിപ്പിച്ച ഭരണാധികാരി. അലൈ ദർവാസ, കുത്തബ് മീനാറിൻ്റെ കവാടമാണ്, അത് പണി കഴിപ്പിച്ച ഭരണാധികാരി. അവസാന ഓപ്ഷൻ, മാലിക് ഫിറോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൽ അലാവുദ്ദീൻ ഖിൽജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ മാലിക് ഫിറോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. ബാക്കി മൂന്നും ശരിയായ പ്രസ്താവനകളാണ്.
അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന ഭരണാധികാരികൾ അവരുടെ ഇതര നാമങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ജലാലുദ്ദീൻ ഖിൽജി മാലിക് ഫിറോസ് എന്നറിയപ്പെടുന്നു. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഗാസി മാലിക് എന്നറിയപ്പെടുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ജുനാഗാൻ എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയായതാണ്. തന്നിരിക്കുന്ന ജോഡികൾ കറക്റ്റാണ്. അടുത്ത ചോദ്യം, നിർഭാഗ്യവാനായ ആദർശവാദി, വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ, നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നീ വിശേഷണങ്ങൾ ലഭിച്ച ഭരണാധികാരി ആരാണ്? നിർഭാഗ്യവാനായ ആദർശവാദി, വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ, നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നിങ്ങനെ വിശേഷണമുള്ള ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. അടുത്ത ചോദ്യം, അരവിടു വംശ സ്ഥാപകൻ ആരാണ്? തിരുമലനാണ്. അടുത്ത ചോദ്യം, ചെങ്കലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ്. അടുത്ത ചോദ്യം, തൗഹീദ് ഇ ഇലാഹി എന്ന മതം സ്ഥാപിച്ച മുഗൾ ഭരണാധികാരി. തൗഹീദ് ഇ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത് അക്ബറാണ്. അടുത്ത ചോദ്യം, മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്ന ഇംഗ്ലീഷുകാരൻ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ ഭരണകാലത്താണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്ന ഇംഗ്ലീഷുകാരൻ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഇതിൻ്റെ ആൻസർ അക്ബറാണ്. അക്ബറിൻ്റെ ഭരണകാലത്താണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. അടുത്ത ചോദ്യം, സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിനായി നീതിച്ചങ്ങല നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിനായി നീതിച്ചങ്ങല നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ഇതിൻ്റെ ആൻസർ ജഹാംഗീറാണ്. നമ്മളിപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.